വെൽക്കം ബാക്ക് ടു കുക്കുത്തുമ്മി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു അടിപൊളി കുറുക്കുറു ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ കുറുക്കുറു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഐറ്റമാണ് കേട്ടോ കർമൂസ. പച്ച കർമൂസ കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കർമൂസ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ കർമൂസ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നൈസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് പോലെയാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. നമുക്ക് ഇതുപോലെ നടു മുറിച്ചെടുക്കാം. ഇനിയാണ് കേട്ടോ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇത് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിൽ തന്നെ എല്ലാം അതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ എല്ലാം ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2-3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി 2-3 സ്പൂൺ മതിയേ. അതേ അളവ് തന്നെ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലത്തെ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുവേ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് കളർ വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ കളർ ചേർത്തിട്ടില്ല. അത് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേനും നമുക്ക് നല്ല എണ്ണ ഒന്ന് ചൂടായി കിട്ടണം. അപ്പം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. സൺഫ്ലവർ ഓയിലാട്ടോ വേണ്ടേ. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേ. അപ്പോൾ നമ്മൾ കർമൂസ ഇവിടെ നന്നായി മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല തേച്ച് വെച്ച കർമൂസ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറുകുറു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കുറുകുറു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി കുറുകുറു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പപ്പായ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ക്രിസ്പി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്ക് വിത്ത് മീ. ബൈ ബൈ.